ആദ്യം ഞാൻ ശ്രീ എം ജയചന്ദ്രനിലേക്കാണ്. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ വീടുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിലൊന്ന് 178 വീടുകൾ അത് വളരെ വേഗം കൈമാറുന്നു എന്നുള്ളതായിരുന്നല്ലോ. ആ 178 വീടുകളുടെ താക്കോൽ നൽകുന്ന ചടങ്ങ് അത് നമ്മളെല്ലാം കണ്ടതാണ്. അത് ലൈവായി നൽകുകയും ചെയ്താണ് മാർച്ച് 1-ന്. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ വീട് പൂർണ്ണമായത് വെള്ളവും കറണ്ടും അത് മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നത് വീട്ടിൽ നിന്നും വെള്ളം ചോരുന്നു എന്ന വിവാദമാണ്. അത് മന്ത്രി തന്നെ അവിടെ പോയി നടത്തിയ പരിശോധന അടക്കം വിവാദമാകുമ്പോൾ അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ് ശ്രീ ജയേന്ദ്രൻ? സ്മൃതി, ഇതിൻ്റെ അകത്ത് എനിക്ക് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഒന്നും പറയാനില്ല. പൊതുവെ ചർച്ചകൾ വരുമ്പോൾ താങ്കൾക്കറിയാമല്ലോ, ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളോടാണ് ഞാൻ പ്രതികരിക്കാറുള്ളത്. ഇവിടെ എനിക്കതേ പറയാനുള്ളൂ. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം താല്പര്യത്തോടെ കാണുന്നവർക്ക് കാണാം, പറയുന്നവർക്ക് പറയാം. പക്ഷേ എൻ്റെ നിലപാട് സുവ്യക്തമാണ്. എനിക്ക് ഈ ഉന്നയിക്കപ്പെട്ട ഇഷ്യൂവിനോട് മാത്രമാണ് എനിക്ക് പ്രതികരിക്കാൻ കഴിയുക. ഞാൻ താല്പര്യപ്പെടുന്നു, അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അതാണ് ഇപ്പോൾ ഇവിടെ ക്രാക്കിൻ്റെ പ്രശ്നം പറയുന്നു. അത് ഷ്രിങ്കേജ് ക്രാക്കോ അല്ലെങ്കിൽ സർഫസ് ലൈനേജ് എന്ന് പറയുന്ന അത്തരം ക്രാക്കുകളോ ഒക്കെ അസാധാരണമൊന്നുമല്ല, സ്വാഭാവികമാണ് ഈ മേഖലയിൽ എന്നുള്ളതാണ് ചോദിക്കുമ്പോൾ ആരോട് ചോദിച്ചാലും മറുപടി പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ ഡിഫക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് തന്നെ ഉണ്ട് എന്ന് ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞു. ആ ഡിഫക്റ്റ് ലയബിലിറ്റി ഉള്ള ഒരു നിർമ്മിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പൊതുവിൽ പരസ്യമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് പരിഹരിക്കേണ്ട പ്രശ്നമല്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. ആ ഡിഫക്റ്റ് ലയബിലിറ്റി ഉള്ളൊരു കേസിൽ അത് പരിഹരിക്കേണ്ടത് നിശ്ചയമായും അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടർ ആരോ നിർമ്മിച്ചവരാരോ അവർ മാത്രമാണ്. ഇപ്പം നൗഷാദിന്റെ പ്രശ്നത്തിൽ നൗഷാദ് കോൺഗ്രസ്സുകാരനാണോ അല്ലയോ, മുൻപ് മാർക്സിസ്റ്റുകാരനായിരുന്നോ, ഇതൊന്നും ആദ്യം പറഞ്ഞതുപോലെ അല്ല എൻ്റെ വിഷയമല്ല. സോറി, നൗഫൽ അതൊന്നും എൻ്റെ വിഷയമല്ല. അയാൾ എല്ലാവർക്കും കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അഫിലിയേഷനോ എന്തെങ്കിലും പാഷനോ ഒക്കെ ഉണ്ടാവും. അതൊന്നും ഒരു തെറ്റുമല്ല. ദുരന്തബാധിതർക്കുള്ള സംഗതിയാണല്ലോ ഈ പണിത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അവിടെ നൗഫലിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് അപ്രസക്തം തന്നെയാണ്. അതൊന്നും കാര്യമില്ല. അയാളിന് കടുത്ത കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ വി ഡി സതീശനോ കെ സി വേണുഗോപാലോ ഇപ്പം രാജു പി നായരോ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അയാൾ ഒരു അഫക്റ്റഡ് കക്ഷിയാണ്, അവിടെ അഫക്റ്റഡ് പാർട്ടിയാണ് അവിടുത്തെ. അയാൾക്ക് പറയാനുള്ള കാര്യമുണ്ട്, അയാളിത് പറഞ്ഞു. അത് പറഞ്ഞതിൽ തെറ്റും ഞാൻ കാണുന്നില്ല. അത് തെറ്റായിട്ട് ആരും എടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഈ ഡിഫക്റ്റ് ലയബിലിറ്റി എന്നുള്ള സംഗതി അതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഡിഫക്റ്റ് ലയബിലിറ്റി ഉള്ളപ്പോൾ ഊരാളുങ്കലിൻ്റെ കൺസേൺഡ് കക്ഷികൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അതിൻ്റെ അതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അവർ സ്വീകരിക്കും. അതാണ് പ്രധാനം. അപ്പം അതിനെ മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ട് ഗവൺമെന്റിന് ഇത് കഴിഞ്ഞില്ല എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഉറച്ച അഭിപ്രായം. ശരി, അങ്ങ് പറയുന്നത് വ്യക്തമാണ് ശ്രീ ജയേന്ദ്രൻ. നോക്കൂ, അത് ഊരാളുങ്കലിനാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്പസമയത്തിനകം ഈ നൗഫൽ നമ്മോടൊപ്പം ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നൗഫൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ മന്ത്രി എത്തുകയാണ്. മന്ത്രി എത്തിയ ശേഷം ഈ വീട് ആർക്കാണോ കൈമാറിയത് അയാളോടൊന്ന് ചോദിക്കുക എന്നുള്ള പ്രാഥമികമായ കാര്യം മന്ത്രി ചെയ്തിട്ടില്ല എന്നാണ് നൗഫൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മന്ത്രി അവിടെ പെട്ടെന്ന് വന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരത്തിൽ കയറി ആ പരിശോധന നടത്തുന്നത് അതിൽ രാഷ്ട്രീയം അങ്ങ് കാണുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക? ഒന്നാമത്തെ കാര്യം, അത് എഞ്ചിനീയർമാർ തന്നെ മാർക്ക് ചെയ്ത ഭാഗമാണ്. അത് മായ്ച്ചു കളഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം ശ്രീ ജയേന്ദ്രൻ, ഇത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഡിഫക്റ്റ് ലയബിലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ പരിശോധിച്ച ശേഷം ഊരാളുങ്കൽ കൈമാറുന്നു എന്നുള്ളത് വാദത്തിന് സമ്മതിക്കാമെങ്കിൽ കൂടി ഈ 178 വീടുകൾ കൈമാറി എന്നതായിരുന്നില്ലേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടത്? 178 വീടുകൾ പൂർണ്ണമായും എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള വീടുകൾ കൈമാറി എന്നല്ലേ നമ്മൾ കേട്ടത്? ആ താക്കോൽ കൊടുക്കലല്ലേ നമ്മൾ കണ്ടത്? ഇപ്പോൾ പറയുന്നു എല്ലാം പൂർത്തിയാക്കിയിട്ടേ കൈമാറൂ എന്ന്. അപ്പോൾ നമ്മൾ അന്ന് കണ്ട കാഴ്ച എന്തായിരുന്നു ശ്രീ ജയേന്ദ്രൻ? ഞാൻ താങ്കളുടെ ചോദ്യത്തിന് 1 by 1 ആയിട്ടല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് മന്ത്രി രാജൻ്റെ കാര്യത്തെക്കുറിച്ചാണല്ലോ ആദ്യം താങ്കൾ ചോദിച്ചത്. ഇന്ന് വി ഡി സതീശൻ ഉന്നയിച്ച ആ പ്രതികരണത്തിലെ പരിഹാസം മാറ്റിവെച്ചാൽ, ആ പരിഹാസമാണ് എനിക്ക് തെല്ലും യോജിപ്പില്ല പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം. അദ്ദേഹത്തിൻ്റെ പൊതു രീതിയാണത്. അത് ഞാൻ എപ്പോഴും വിമർശിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് മാറ്റിവെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. മന്ത്രി പദവിയിലുള്ള
രാജൻ എന്ന രാഷ്ട്രീയ നേതാവ് പിന്നെ അത്തരം ഒരു അനൗചിത്യം കാണിക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം അത് മന്ത്രിയുടെ പണിയല്ല. മന്ത്രിക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷേ ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർക്ക് ഇന്ന് പരിഹസിക്കാൻ ഒരു പാത്രമായി അദ്ദേഹം മാറിയ ഒരു സന്ദർഭമുണ്ട്. ചാണ്ടിയുമ്മനും വി.ഡി. സതീശനും ചെയ്തത് തെറ്റോ ശരിയോ, അല്ലെങ്കിൽ അവരങ്ങനെ പറയാമായിരുന്നു എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അത് അനൗചിത്യമാണ്, തെറ്റാണെന്ന് ഞാൻ പറയില്ല മന്ത്രി ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു എന്താണ് പറയുന്നത്, കൂടുതൽ ആത്മാർത്ഥതയുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ അത്രയും താതാത്മ്യം പ്രാപിച്ച ഒരു മനുഷ്യനാണ്. ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലെല്ലാം ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞ് ഇടപെട്ട മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം ഒരു അഫിലിയേഷൻ ആ ദുരന്തബാധിതരുമായിട്ടുണ്ടാവാം. അതുകൊണ്ടും കൂടി ആയിരിക്കാം. എങ്കിലും അതൊരു അനൗചിത്യമുണ്ട് എന്നാണ് ഞാൻ പറയുക. അതൊരു ഒരു സംഗതിയാണ്. കാരണം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാവുന്ന സാങ്കേതിക വിദഗ്ധരടക്കം എഞ്ചിനീയർമാരടക്കം വലിയൊരു സംവിധാനം കൂടെ നിൽക്കുമ്പോൾ അത് അവരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് തീർച്ച വരുത്തേണ്ട സംഗതിയായിരിക്കെ അദ്ദേഹം അത് ക്രാക്ക് ചുരണ്ടാൻ പോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളിടത്താണ് ഞാൻ അനൗചിത്യം എന്ന് പറഞ്ഞത്. തെറ്റാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ഇപ്പോഴും ശരിയാണെന്നുള്ള മറ്റൊരു പ്രശ്നം. അത് തെറ്റാണെന്ന് ഞാൻ പറയാൻ വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അനൗചിത്യമുണ്ട്, അതൊരു കാര്യം. രണ്ടാമത് താങ്കൾ ചോദിച്ച പ്രശ്നം, ഈ ദുരന്തബാധിതർക്ക് ഇത്രയും വീട് കൊടുത്തിട്ട് അതിപ്പോഴും വാസയോഗ്യമല്ലാതാവുന്നു എന്നുള്ളത് ശരിയാണോ എന്ന് പറഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ആ ചോദ്യം അങ്ങ് നമ്മളൊന്ന് ഡിസക്ട് ചെയ്തിട്ട്, താങ്കൾ ചോദിച്ച ചോദ്യത്തെ ഡിസക്ട് ചെയ്ത് ചോദിച്ചാൽ അവരെ ഇങ്ങനെ പറ്റിക്കുകയല്ലായിരുന്നു ഗവൺമെന്റ് ചെയ്തത് എന്നാണ് താങ്കൾ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയും താങ്കൾക്ക് ചോദിക്കാം, ആർക്കും അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ഘട്ടത്തിൽ. അല്ല, പറഞ്ഞ സമയം പല സമയങ്ങളായി ആ വാഗ്ദാനം മാറുന്നു. ഒറ്റ കാര്യമുള്ളൂ ശ്രീജേന്ദ്രൻ, ഞാൻ പറഞ്ഞത് ഈ 178 വീടുകൾ കൈമാറിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ കണ്ടത്. 410-ൽ 178 വീടുകൾ കൈമാറിക്കഴിഞ്ഞു എന്നുള്ളതാണല്ലോ ആ താക്കോൽ ചടങ്ങുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരത് ആ വീടുകൾ കിട്ടിയതിന്റെ സന്തോഷം, അവരുടെ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി അടക്കം പറയുന്നത് കൈമാറിയിട്ടില്ല എന്നാണ്. പൂർണ്ണമായി പണി കഴിഞ്ഞിട്ടേ കൈമാറുകയുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ അന്ന് കണ്ടത് എന്താണ്? അല്ല, ഞാനതാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന 178 വീട് കൈമാറുന്ന കാര്യം എല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്. അതിൻ്റെ അകത്ത് ഈ ദുരന്തബാധിതർ അവിടെ നിറക്കിട്ട് അവർ ഓരോ ലോട്ടിട്ട് എടുക്കുന്നതും അവരുടെ ഈ നമ്മൾ സങ്കടവും സന്തോഷവും ഒക്കെ കൂടെ ഒരുപോലെ വരുന്ന ആ സന്ദർഭത്തിൽ ആ അമ്മയുടെ ഭാവവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പ്രശ്നം സ്മൃതി എല്ലാവർക്കും അറിയും, അവിടെ ബേസിക് അമ്യൂണിറ്റീസ് ഇനിയും പൂർത്തിയാകാനുണ്ട്. വീട് മാത്രമല്ല, വീട് നിർമ്മാണം ആസച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർമ്മാണം കഴിഞ്ഞ് വീട്ടിലേക്ക് നേരെ കയറ്റി താമസിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ നടപടി. അവിടെ അതിൻ്റെ ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് അതിനെ ഒരു മാതൃകാ ടൗൺഷിപ്പാക്കി മാറ്റി ആൾക്കാരെ അവിടെ പുനരധിവസിപ്പിക്കുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ആ റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള മറ്റ് നടപടികളുണ്ട്. എന്തൊക്കെയാണ് മറ്റ് നടപടികൾ? അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. സമയം ഇതിൻ്റെ അകത്ത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ ആ സമയത്തിലേക്ക് കടക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ റീഹാബിലിറ്റേഷൻ ആവശ്യമായ നടപടികൾ ബാക്കി കൂടെ തീരാനുള്ളത് തീർത്തിട്ടേ തങ്ങൾ അങ്ങോട്ട് കയറുന്നുള്ളൂ എന്ന് ഇതിൻ്റെ ലോട്ടിട്ട് വീട് കിട്ടിയവർ തന്നെ അങ്ങോട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അത് നമ്മൾ കണ്ടല്ലോ. അപ്പം അതൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ സർക്കാർ കബളിപ്പിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരാരോപണത്തിനും ഒരു തരത്തിലുള്ള ഈ വസ്തുതാപരമായ സത്യസന്ധതയും അതിനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ പറയുമ്പോൾ ഈ അവിടെ പണി നടക്കുന്നുണ്ടെന്നും ഈ ബേസിക് കമ്മ്യൂണിറ്റീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ സത്യസന്ധതയുടെ പ്രശ്നം പറഞ്ഞത്. അപ്പൊ അതവിടെ നടക്കുന്നുണ്ട്, വൈകുന്നുണ്ടായിരിക്കാം. ആ വൈകുന്നതിന്റെ കാരണം നമുക്ക് അന്വേഷിക്കാം, വിമർശിക്കാം. അത് മറ്റൊരു സംഗതി, വിയോജിക്കുകയും ചെയ്യാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.